പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഇതിനു മുമ്പ് പലതവണ സംസാരിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഇന്ന് തിടുക്കപ്പെട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ചില കാരണം പറയണം എന്നുള്ളത് കൊണ്ടാണ്. ഇന്നലെ മെനിഞ്ഞാന്നും ഇന്നുമായിട്ട് 2 വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ 2 വീഡിയോകളുടെയും ഇതിവൃത്തം എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ നടക്കുന്ന അത്ര സുഖകരമല്ലാത്ത ഒരു പ്രവൃത്തിയാണ്. അതായത് മുസ്ലിം സമൂഹത്തെ മുഴുവൻ തീവ്രവാദികളുടെ അല്ലെങ്കിൽ സംശയത്തിന്റെ ഒരു മുനയിൽ നിർത്തിക്കൊണ്ട് അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവർ നിരന്തരം അടിക്കുന്ന ഒരു കാഴ്ച, അതിനെതിരെയുള്ള ഒരു പ്രതികരണമാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ പ്രധാന നട്ടല്ലുകളിൽ മറ്റു മതങ്ങളെ പോലെ തന്നെ, ക്രിസ്ത്യാനിയായാലും ഹിന്ദു ആയാലും എല്ലാം, ആരും അത്ര കേവന്മാരൊന്നും എല്ലാവരും ഒരുപോലെ തന്നെ തുല്യമായി, അതാണല്ലോ നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെ തന്നെയാണ് എന്നും ആ സമൂഹത്തെ അങ്ങനെ ഒറ്റപ്പെടുത്താനോ ഇങ്ങനെ എന്താ പറയുക ആക്ഷേപിക്കാനോ ചെയ്യുന്നത് ശരിയല്ല എന്നും സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 വീഡിയോകൾ ഞാൻ പറഞ്ഞത്. അത് വളരെ ആത്മാർത്ഥത തന്നെയാണ്. എന്ന് വെച്ചാൽ അവർ മാത്രം ഇവിടെ കൊമ്പത്തുള്ളവർ, ബാക്കിയുള്ള ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊക്കെ മോശം തന്നെ അർത്ഥമൊന്നുമില്ല. ഈ 2 വീഡിയോകളിലും വരുന്ന ചില കമന്റുകൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് എന്തോ ചില തെറ്റിദ്ധാരണകളുള്ള അല്ലെങ്കിൽ കുറച്ചൊക്കെ വിഷമുള്ള ചിലരൊക്കെ പ്രതികരിക്കുന്നു എന്നാണ്. അവരുടെ മനസ്സിരിപ്പ് എന്താണെന്നുള്ളത് കമന്റ് കാണുമ്പോൾ അറിയാം. ഞാൻ സത്യത്തിൽ ഉദ്ദേശിക്കുന്നത് ആരെയും അങ്ങനെ മാറ്റി നിർത്തേണ്ടെന്നാണ്. എൻ്റെ ഏതെങ്കിലും 1-2 വീഡിയോകൾ കാണുന്നവർ മാത്രമാണ് എന്നെ അങ്ങനെ വിലയിരുത്തുന്നത്. ഞാനൊരു മുസ്ലിം, മുമ്പ് കുറെ കാലം ഞാൻ സംഖ്യയായിരുന്നു, പിന്നെ കുറെ കാലം ചൂടാപ്പിയായി, പിന്നെ ഇടയ്ക്ക് കുറെ കാലം കമ്മിയായി. കാരണം കഴിഞ്ഞ ഓണത്തിന് ഓണക്കിറ്റ് വന്ന സമയത്ത് പിന്നെ ആ കിറ്റിനകത്തുള്ള സാധനങ്ങളെല്ലാം നല്ലത്, അതിന്റെ വെളിച്ചെണ്ണ, ശബരി വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണ, ആ വെളിച്ചെണ്ണന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഉടനെ എന്നെ കമ്മിയാക്കി. അതേപോലെ മുമ്പ് ഏതോ ഒരു ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് എന്നെ ത്രിസംഖ്യയാക്കി, പിന്നെ സംഖ്യയാക്കി. ഇങ്ങനെ പലതും ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും. കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, സമൂഹത്തിൽ നടക്കുന്നതിനെതിരെ പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ തിന്മകൾക്കെതിരെ പ്രതികരിക്കണം. അതാണല്ലോ നമ്മുടെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. നന്മകളുടെ സപ്പോർട്ടീവ് വേണം, അത് ആര് ചെയ്താലും. ഇപ്പൊ കാണുന്നത് ഏതെങ്കിലും ഒരു വിഭാഗം എന്ത് തെമ്മാടത്തിനും കാണിച്ചു കഴിഞ്ഞാലും അത് കണ്ടില്ല മിണ്ടില്ല എന്നൊക്കെ ഇരിക്കും. അതിലേതെങ്കിലും ഒരു മുസ്ലിം പേരുണ്ടെങ്കിലോ ഒരു മുസ്ലിം ആണെന്നുണ്ടെങ്കിലോ വിഷയമുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ആ ലോഡ്ജിൽ മരണപ്പെട്ട ആ മുസ്ലിം പെണ്ണിന്റെ കഥ തന്നെ, അതിന്റെ കൂട്ടത്തിലുള്ള ആള് ലവ് ജിഹാദിന്റെ എതിർഭാഗത്തുള്ളത് ഒരു ക്രിസ്ത്യൻ പേരാണ്. ക്രിസ്ത്യൻ പേരായതുകൊണ്ട് അത് ലവ് ജിഹാദ് അല്ല, ഒന്നും അല്ലാതായി തീർന്നു. നേരെ മറിച്ച് ആ പേര് വല്ല അഹമ്മദോ മുഹമ്മദോ ഒക്കെ ആയിരിക്കും, മറുഭാഗത്ത പെണ്ണിന്റെ പേര് മറ്റേ ലീലെന്നോ അലീന എന്നോ അതുപോലെ മറ്റെന്തെങ്കിലുമൊക്കെ ആയിരുന്നെങ്കിൽ അത് ലവ് ജിഹാദായി കേരളത്തിൽ ആകെ കോളുകളൊക്കെ ഉണ്ടാകുകയും ചെയ്യുമായിരുന്നു. ഈ ഒരു വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു വ്യത്യാസം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു മുസ്ലിം പേര് പറയുമ്പോൾ ഉള്ള ഒരു വിഷയം. ഇത് ഈ അടുത്ത കാലത്ത് പൊന്തി വന്നതാണ്. ഇത് എന്തിനു വേണ്ടിയാണെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ പറയുന്ന കമന്റ് ബോക്സിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നവർക്ക് ഒരു പക്ഷെ അറിയില്ല ഇത് പ്രചരിപ്പിക്കുന്നവരുടെ ലക്ഷ്യം എന്താണെന്നുള്ളത്. മൊത്തത്തിൽ നമ്മുടെ ഇന്ത്യയിലെ മൊത്തത്തിലുള്ള തലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭരണസ്ഥിരത കൈവരിക്കാൻ വേണ്ടി സത്യത്തിൽ ഇവിടെ ഇത്തരത്തിലുള്ള മത വിഭാഗീയത പ്രചരിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്നുള്ള ഒരു ഘട്ടം ഇവിടെ ഉണ്ട്. ഇത് പറയുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും പൊള്ളിന്ന് വരും, പ്രത്യേകിച്ച് കോൺഗ്രസിന് പൊള്ളും. കാരണം ഇത് ആദ്യം ഉണ്ടാക്കിയത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ് വിതച്ച വിത്ത് BJP കൊയ്തെന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അത് പക്ഷെ കോൺഗ്രസ് അത് വിതച്ച് കൊണ്ട് നടന്ന് നോർത്ത് ഇന്ത്യ മുഴുവൻ അത് വളർത്തി വലുതാക്കി ഉണ്ടാക്കിക്കൊണ്ട് വന്ന സമയത്ത് സോഷ്യൽ മീഡിയ ഇല്ലാതിരുന്നത് കൊണ്ട് ആരും അറിഞ്ഞില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കൊക്കി മേത്തി ആ തർക്കം, ആ വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഇന്ദിരാഗാന്ധിന്റെ കാലത്ത് ആയിരക്കണക്കിന് പേരാണ് അവിടെ കൊല്ലപ്പെട്ടത്, പക്ഷെ അതാരും അറിഞ്ഞില്ല. അതുപോലെ സുവർണ ക്ഷേത്രത്തിൽ നടന്നുള്ള ആക്രമണം, അതും എന്തിന്റെ പേരിലായാലും അതും ആരും അറിഞ്ഞില്ല. അത് ഇന്ത്യയുടെ അനുകൂലമായാലും പ്രതികൂലമായാലും ആരും അറിഞ്ഞില്ല. ഒരു കുറച്ച് വാർത്ത മാത്രമായിട്ട് ചുരുങ്ങി. പക്ഷെ ഇന്നായിരുന്നെങ്കിൽ വലിയ വിവാദമായനെ. കുക്കിമേറ്റി സംഘർഷം BJP സർക്കാരിന്റെ കാലത്ത് ഏത് വിധത്തിലാണ് ചിത്രീകരിക്കപ്പെട്ടതെന്ന് അറിയാലോ. എന്തുകൊണ്ടാണ്? സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടാണ്. ഈ സോഷ്യൽ മീഡിയ കാലത്തൊന്നും മറച്ചു വെക്കാൻ പറ്റില്ല. അത് ഏത് സർക്കാർ, ഏത് ഭരണാധികാരി, ഏത് പോലീസ്, ഏത് ജനം, ആര് എങ്ങനെ, ഏത് പാർട്ടി, ഏത് മതം എങ്ങനെ ചെയ്തു വെച്ചാലും അതൊക്കെ മാന്തി പുറത്തിടാൻ ആൾക്കാരുണ്ട്. ആൾക്കാർ ഉള്ളത് കൊണ്ട് കളി നടക്കുന്നില്ല എന്നേ ഉള്ളൂ. അന്ന് കളി നടന്നിരുന്നു. രാമക്ഷേത്രത്തിന്റെ കാര്യമായാലും മറ്റെന്തിന്റെ ആയാലും അത്തരത്തിലുള്ള ഇത് ഒരു വിഭാഗത്തിന്റെ ഒരു എന്താ പറയാ ഹൃദയ വികാരമാണ്, അവരുടെ ആഗ്രഹമാണ്, സാഫല്യമാണ്. അതിനെ വകവച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്.
പക്ഷെ അത് അങ്ങനെയൊക്കെ ഉണ്ടായി വന്ന ചില സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങളെ മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ്. അതിൽ കോൺഗ്രസിന് പങ്കുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ കോൺഗ്രസ് തന്നെ വളർത്തി കൊണ്ടുവന്നിട്ട് അവരിൽ നിന്ന് നടക്കൂല എന്ന് കണ്ടപ്പോൾ അതേ സാധനം എടുത്ത് BJP എടുത്ത് പ്രയോഗിച്ചു. അവർ നിങ്ങൾക്ക് ഒന്നും ചെയ്തു തരൂല, അവരിങ്ങനെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കും, ഞങ്ങൾ ചെയ്തരാം നിങ്ങൾക്ക് വിടുന്ന് പറഞ്ഞപ്പോൾ ഇവരെല്ലാവരും കൂടെ വോട്ട് അങ്ങോട്ട് BJPക്ക് കൊടുത്തു. അതുകൂടെ എന്തായി, അവർ കയറിയിട്ട് അവർക്കൂടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭരണത്തിൽ തുടർച്ചയായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യയിലുള്ള, അതായത് കേരളം, തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളൊക്കെ ഒഴികെയുള്ള ബാക്കിയുള്ള പ്രദേശത്തുള്ള ആൾക്കാരെ പറഞ്ഞു പറ്റിച്ചാലും അല്ലാതെ എങ്ങനെയായാലും മതത്തിന്റെ കാര്യം പറഞ്ഞാലും ഗോത്രത്തിന്റെ കാര്യം പറഞ്ഞാലും വിഭാഗീയത പറഞ്ഞാലും അധികാരത്തിൽ കുറച്ചു കാലം ഇരിക്കണം. അങ്ങനെ കുറച്ചു കാലം ഇരുന്നാൽ മാത്രമേ ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അല്ലാതെ 5 കൊല്ലം കൊണ്ടൊന്നും മറച്ചു കൊടുക്കാനൊന്നും പറ്റൂലല്ലോ ഇവിടെ. ഇപ്പോ 10 കൊല്ലം കഴിഞ്ഞ ശേഷമാണ് കേരളത്തിലേക്ക് റോഡ് കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചത്. അതുപോലെ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും വികസനം കൊണ്ടുവന്നിട്ട് അവിടെ അതിനനുപാതികമായിട്ട് അവിടുത്തെ ജനം വളർന്നു വരികയും ചെയ്യുമ്പോൾ അടുത്ത തലമുറ ഒരുപക്ഷെ നന്നാകുമായിരിക്കും. ഈ തലമുറ ഈ വിഷം ഇറക്കി വിടുന്നു, നോർത്ത് ഇന്ത്യയിൽ വിഷം ഇറക്കി വിടുന്നു, നിങ്ങൾ കാര്യം കരുതുന്നുണ്ട്. അവിടെ ഇനിയും പശുവിന്റെ പേരിൽ കൊലയും ജാതിയുടെ പേരിൽ കൊലയും ലവ് ജിഹാദും അല്ലാത്ത ജിഹാദും, ഇനി ഒരേ ജാതിയിൽ തന്നെയുള്ള രണ്ട് വിഭാഗീയത ഉള്ളവർ രണ്ടുപേര് കല്യാണം കഴിച്ചാലും ഒക്കെ അടിയും വെട്ടും കുത്തും കൊലപാതകവും ഇനിയും നടക്കും. അത് നടന്നുകൊണ്ടിരിക്കുക. അതിന് സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് പൊക്കി വെക്കും. 4 ദിവസം കഴിയുമ്പോൾ വാർത്ത തീരുകയും ചെയ്യും. ഞാൻ അതിന്റെ കാര്യമല്ല പറഞ്ഞു വന്നത്. കേരളത്തിലെ വിവരവും ബോധവും വെള്ളിയാഴ്ചയുമുള്ള ഞാനും നിങ്ങളും അടങ്ങുന്ന ജനസമൂഹം കളിക്കുമ്പോഴാണ്, അവിടെയാണ് ഒരു സമൂഹത്തെ മുഴുവൻ പ്രതിസ്ഥാനത്ത് എത്തിക്കൊണ്ട് ഉത്തരേന്ത്യ മോഡൽ കളിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇവിടെ അതിനാണ് ഞാൻ എതിർത്തത്. അതിന്റെ അർത്ഥം ഇവിടെ മുസ്ലിം നാമധാരികളായിട്ടുള്ള മുസ്ലിങ്ങളെന്ന് അവകാശപ്പെടുന്ന ചില ജോസഫ് മാഷിന്റെ കൈവിട്ട് നടക്കാനുള്ള കാര്യങ്ങൾ. ഈ ജോസഫ് മാഷ് എനിക്കറിയാം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മനഃപൂർവ്വം മുഹമ്മദ് എന്നുള്ളൊരു പേര് പ്രയോഗിച്ചാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അദ്ദേഹം ഒരു മുസ്ലിം പേരല്ലേ, പടച്ചോനെ എന്ന് വിളിക്കുന്നത് മുസ്ലിങ്ങളല്ലേ. അതുകൊണ്ട് എന്നാ പിന്നെ ഒരു മുസ്ലിം പേരിരിക്കട്ടെ, അതാണ് ആ സന്ദർഭത്തിന് യോജിച്ചത് എന്ന അർത്ഥത്തിൽ മുഹമ്മദ് എടുത്തു വെച്ചു. അത്രേ ഉള്ളൂ. അതിനെ ഉടനെ ആവേശം മൂത്തിട്ട് കുറെ തീവ്രവാദികൾ അതിനെ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കൈവെട്ടി, പിന്നെ അദ്ദേഹത്തിന്റെ കുടുംബം നാശാക്കി, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ആത്മഹത്യ ഉണ്ടെന്ന് കുടുംബം കൊള്ളം തോണ്ടി നാശിച്ച് നാറാണക്കല്ലായി പോയി. ആ രീതിയിലാക്കി മാറ്റി. ആ തീവ്രവാദത്തെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതാണ് കരുതുന്നത്. അത് തീവ്രവാദമാണ് ആ രീതി കഴിഞ്ഞാൽ. എന്റെ വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുള്ള ആ കമന്റിനുള്ള മറുപടി അതാണ്. അതിന് അദ്ദേഹത്തിന് ഒരു മറുപടി ആവശ്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ വളരെ പെട്ടെന്ന് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത്. ഷെഡ്യൂൾ ചെയ്ത് വെച്ച വീഡിയോ ഒന്നും അല്ല, പെട്ടെന്ന് തയ്യാറാക്കിയതാണ്. അപ്പോൾ ഏത് മതത്തിലായാലും ഏത് ജാതിയിലായാലും മനുഷ്യന്മാർക്ക് ദ്രോഹം ചെയ്യുന്ന ആര് ചെയ്തു കഴിഞ്ഞാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിളിച്ചു പറയാം, അവന്റെ ജാതി മതം നോക്കിയിട്ടൊന്നല്ല. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുസ്ലിം വിഭാഗത്തെ പ്രതികൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രൊപ്പഗണ്ട ബിൽഡ് ചെയ്ത് ഒരു അജണ്ട നടപ്പിലാക്കുന്നത് സത്യമാണ്. അത് എത്ര നിഷേധിച്ചിട്ടും കാര്യമില്ല, സത്യമാണ്. വളരെ ഭീതിയാണ്. ഇപ്പൊ എന്റെ ഇതിനു മുമ്പ് 2 ദിവസം മുമ്പിട്ട വീഡിയോ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതിൽ വന്നിട്ടുള്ള കമന്റുകൾ ആരെങ്കിലും ഒന്ന് പറയണ്ടേ എന്ന് ചിന്തിച്ചിരിക്കുകയാണ്. പറഞ്ഞാൽ എന്തെങ്കിലും ആവോ, തന്നെ പ്രതിസ്ഥാനത്ത് നിർത്തുമോ എന്നൊക്കെ ചിന്തിക്കുകയാണ്. അതാണ് എന്റെ വിഷയം. പേടിയാണ്. ഇപ്പോൾ ഒരു മുസ്ലിം എന്ന് പറയാൻ തന്നെ പേടിയാണ്. മുസ്ലിം അവന് അത്രത്തോളം ഭീതിയുടെ പക്കത്തെത്തി. ഇപ്പൊ ഗാസയെ കുറിച്ച് സംസാരിച്ചാൽ തന്നെ പ്രശ്നമാണ്. അല്ല, ഞാൻ ചിന്തിക്കാറുണ്ട് പലപ്പോഴും എന്റെ വീഡിയോയിൽ പറഞ്ഞു എന്തുകൊണ്ടാണ് ഗാസയെ കുറിച്ച് സംസാരിക്കാൻ പറ്റാത്തതെന്ന്. ഹമാസിനെ കുറിച്ച് എന്താ സംസാരിക്കാൻ പറ്റുന്നത്? ഹമാസ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ സംഘടനയാണ്. എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ആരും ഞാനീ പറയുമ്പോൾ എന്റെ വീഡിയോയ്ക്ക് താഴെ ഒന്ന് പൊക്കാലിടുമെന്ന് എനിക്കറിയാം. ഹമാസ് ഇസ്രായേലിന്റെ സംഘടനയാണ്. ഇസ്രായേലാണ് ഹമാസിനെ വളർത്തുന്നത്. ഇസ്രായേൽ ഹമാസിനെ കൊല്ലുന്നു എന്ന് പറഞ്ഞ് കൊന്നെടുക്കുന്നത് ഹമാസിനെ അല്ല, അവിടുത്തെ സാധാരണക്കാർ ജനങ്ങളെയാണ്. ആ ഗാസയുടെ മണ്ണിനടിയിൽ കിടപ്പുണ്ട് കുറെ ഉൽപ്പന്നങ്ങൾ. അതാണ് അവരുടെ ലക്ഷ്യം. അത് എത്രയോ കാലം മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അതുപോലെ സാമുവൽ ജോർജ് വീഡിയോ ചെയ്തിരുന്നു, കാരണങ്ങൾ സഹിതം. അതല്ലാന്നുണ്ടെങ്കിൽ ഹമാസ് ഇസ്രായേൽ കയറി അടിക്കുമ്പോഴത്തേക്ക് ഇസ്രായേലിലേക്ക് ഇങ്ങോട്ട് കയറുന്നത് കാണാൻ കാണാതെ കണ്ണും പൂട്ടിയിരിക്കുന്നതാണ് ഇസ്രായേലിന്റെ ഒരു സൈനിക ശക്തി, അവരുടെ ടെക്നോളജി എന്ന് പറയുന്നത്. അതൊക്കെ സമ്മതത്തോടു കൂടി അടിച്ചാനാണ്. കാരണം ഒരു കാരണം ഉണ്ടാക്കിയാൽ മാത്രമേ ഗസക്കാരെ കൊന്നെടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഇത്രയധികം വിഷയം ഉണ്ടാക്കിയപ്പോഴും എന്തുകൊണ്ടാണ് ഹമാസിന് തീവ്രവാദികൾ കൊല്ലപ്പെടാത്ത? അവരിപ്പോഴും ബാക്കിയാണ്. ഗസ മുഴുവൻ തടച്ചുവെച്ച് മുഴുവൻ കെട്ടിടങ്ങൾ തീർത്തിട്ട് ഹമാസിന്റെ ആൾക്കാർ ബാക്കിയെന്നുണ്ടെങ്കിൽ അത് തന്നെ അർത്ഥം ഹമാസ് ഇസ്രായേലിന് വേണ്ടിയിട്ട് പണിയെടുക്കണം. അവിടെ ഹമാസിനെ ആക്രമിക്കാൻ എന്നുള്ള പേരിൽ അവിടെ ഹമാസിലേക്ക് ചേർക്കപ്പെടുന്ന അവിടുത്തെ തദ്ദേശീയരും മറ്റുള്ളവരും അവരെല്ലാവരും കൊല്ലപ്പെടുന്നുണ്ട്. അവിടെ സ്ത്രീകളും കുട്ടികളൊക്കെ കൊല്ലപ്പെടുന്നുണ്ട്. അതവരുടെ ആവശ്യം. അത് ഇന്നല്ലെങ്കിൽ നാളെ പലസ്തീൻ പ്രദേശം മുഴുവൻ ശൂന്യവും. അത് അമേരിക്ക ഇവിടെ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറെ ആരും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇത് തന്ത്രങ്ങളാണ്, ഇത് ബിസിനസ് തന്ത്രങ്ങളാണ്. ആ നിലയ്ക്ക് തന്നെ എടുത്താൽ മതി.
ഇത് സാധാരണക്കാരന് ചിലപ്പോൾ അത് മനസ്സിലാക്കണമെന്നില്ല, ഒന്ന് ആഴത്തിൽ ചിന്തിച്ചാലേ മനസ്സിലാവും. അവിടെ കൊല്ലപ്പെടുന്നത് മുസ്ലിങ്ങൾ മാത്രമൊന്നുമല്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ശബ്ദിക്കുന്നത്. ഹമാസിനെതിരെ ഞാൻ ശബ്ദിക്കുന്നത്, ഇസ്രായേലിനെതിരെ ശബ്ദിക്കുന്നത്. ഇവിടെ കൊല്ലപ്പെടുന്നത് മുസ്ലിങ്ങളാണെന്നാണ് ഇവിടെയുള്ള ചില മുസ്ലിം സംഘടനകളുടെയും കുറെ എണ്ണത്തിനെയും അബദ്ധധാരണ. അത് അബദ്ധമെന്നേ ഞാൻ പറയുള്ളൂ, അത് അബദ്ധധാരണയാണ്. അവിടെയുള്ളത് ജൂതന്മാരും ക്രിസ്ത്യാനികളും കൂടിയാണ്. ഏത് അവിടെയുള്ളത് ജൂതന്മാരും ക്രിസ്ത്യാനികളും കൂടിയാണ്. മുസ്ലിങ്ങൾ കുറച്ച് കൂടുതലുണ്ടെന്നേ ഉള്ളൂ. ക്രിസ്ത്യാനികളുണ്ട്, ജൂതന്മാരുണ്ട്. അതായത് ഇസ്രായേലിലുള്ള ജൂതന്മാർ അവിടെ ഗസയിലുള്ള ജൂതന്മാരെയും കൂടിയാണ് കൊല്ലുന്നത്. അതുപോലും ആരും ഇവിടെ പറയണില്ല. എന്നിട്ട് ആ ഗസയിലെ പേര്, ഗസയിലെ കുട്ടികളെ ചുട്ടിരിക്കുന്നതിന്റെ പേരിൽ പ്രതിരോധിച്ചു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ കൊന്നില്ലേ, ഇവിടെ ഇങ്ങനെ കൊന്നില്ലേ, ഉടനെ വേറെ എവിടെയെങ്കിലും ഏച്ചു കെട്ടാണ് ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ ഒരു ശീലം. ഒരാൾ ചെയ്യുമ്പോഴത്തെ അപ്പൊ ഇനി ആരെങ്കിലും ഒരാളെ തല്ലിയ കാര്യം പറയുകയാണെങ്കിൽ അവിടെ നിങ്ങൾ അങ്ങനെ തല്ലിയില്ലേ എന്നാണ്. അപ്പൊ ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി വേറെ നിർത്തുകയാണ്. ഇതാണ് ഒരു രീതി. അത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. തെറ്റാര് ചെയ്താലും തെറ്റ് തന്നെയാണ്, അല്ലാതെ തന്നെ ന്യായീകരിക്കാനൊന്നും പോകുന്നൊന്നുമില്ല. അത് മുസ്ലിം ചെയ്താലും ശരി, ഹിന്ദു ചെയ്താലും ശരി, ക്രിസ്ത്യൻ ചെയ്താലും മതി. ആര് ചെയ്തു കഴിഞ്ഞാലും അത് തെറ്റ് തന്നെയാണ്. അങ്ങനെ ഞാൻ പറയുള്ളൂ. എൻ്റെ ഈ ചാനലിൽ ഏതെങ്കിലും ഒരു വീഡിയോ ഒരു വിഷയത്തെ ഫോക്കസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ മറ്റു വീഡിയോകൾ നിങ്ങൾ കണ്ടു നോക്കിയാൽ അത് മറ്റ് ഡിഫറൻ്റ് ആയിരിക്കും. ഡിഫറൻറ്റ് സമയത്ത് ഡിഫറൻറ്റ്. ഷാജിസ്കറിയ മറുനാടൻ ഷാജിസ്കറിയെ ഞാൻ നന്നായിട്ട് വിമർശിച്ച് വീഡിയോ ചെയ്തിട്ടില്ലേ? അദ്ദേഹത്തിന്റെ ചില ഗതികളെ ചില അത് ഞാൻ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ നല്ല സുഹൃത്തല്ലേ, ഞാൻ ആ വിഷയം അങ്ങനെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ ഒരു പ്രശ്നം വന്ന സമയത്ത് അതിരൂക്ഷമായി പ്രതികരിച്ചിട്ടുണ്ട്. കട്ടയ്ക്ക് കൂടെ വന്നിട്ടുണ്ട്. കേസ് തടയിടാൻ പറ്റുന്ന കേസുകൾ തടഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. നിലമ്പൂരിൽ നിന്നൊക്കെ വേറെ പല കേസുകളും ഇടാനുള്ളൊരു പദ്ധതി ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ വരുന്ന മാർഗങ്ങൾ എനിക്ക് അറിയാവുന്നത് കൊണ്ട് അത് തടയിടാൻ എനിക്ക് സാധിച്ചു. അതെന്ന് പറഞ്ഞാൽ കള്ളക്കേസുകൾ കൊടുക്കുന്നതുകൊണ്ട് ഞാൻ യോജിക്കുന്നില്ല. അദ്ദേഹം എനിക്ക് ഉപകാരമായില്ലേ? എന്നെ കുടുക്കില് എന്താ പറയാ, ജാമ്യം കിട്ടി പെരയിലിടേണ്ട കേസിൽ റിമാൻഡ് ചെയ്തപ്പോൾ ശക്തമായി പ്രതികരിച്ച ഒരേ ഒരു ചാനല് ഷാൻസ്കറിയല്ലേ, ഷാൻസ്കറി മറുനാടൻ മലയാളിയല്ലേ. അങ്ങനെ തന്നെ. അപ്പൊ നമ്മൾ ശാശ്വതമായി ആരും ശത്രുക്കളൊന്നുമില്ല. ആശയത്തെയാണ് നമ്മൾ ശത്രുവായി കാണേണ്ടത്. ആശയത്തെ, എന്റെ ആശയത്തെ നിങ്ങൾ അനുകൂലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ആശയത്തിനെതിരെ പറയാം. പക്ഷെ ആ ആശയത്തിനെതിരെ അതല്ല ഇതാണ് ശരിയെന്ന് അവിടെ പറഞ്ഞുകൊണ്ട് നമ്മൾ തിരുത്താം. ആശയപരമായ സംവാദങ്ങൾ നടത്താം. പക്ഷെ ഇവിടെ മാനുഷികപരമായിട്ടുള്ള സംവാദങ്ങൾ നടക്കുന്നത്. എന്റെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകളിൽ ഞാൻ പറയുന്ന അഭിപ്രായത്തെ അല്ല ചീത്ത വിളിക്കുന്നത്, എന്നെയാണ് ചീത്ത വിളിക്കുന്നത്. ഇതാണ് വിവരമില്ലായ്മ എന്ന് പറഞ്ഞാൽ അതിനാണ് എതിർക്കുന്നത്. അങ്ങനെ എതിർക്കേണ്ട ആവശ്യമില്ലെന്നേ. അഭിപ്രായ വ്യത്യാസം ഇല്ലാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒറ്റ രാഷ്ട്രീയ പാർട്ടിയിലേ ഉണ്ടാവുള്ളൂ, ഒറ്റ മതമില്ലേ ഉണ്ടാവുള്ളൂ. ഇവിടെ അഭിപ്രായ വ്യത്യാസം ഉള്ളതുകൊണ്ടല്ലേ വിഭിന്ന മതങ്ങളും വിഭിന്ന രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ഇവിടെ ഉണ്ടായി വരുന്നത്, അല്ലേ? അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ എപ്പോഴും ഉണ്ടാകും. എങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അതിന്റെ ഒക്കെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറഞ്ഞത് സാമൂഹികമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള വളർച്ച തന്നെയായിരിക്കും. രാഷ്ട്രീയം എന്ന് ഉദ്ദേശിച്ച രാഷ്ട്ര വളർച്ചയാണ്, അതിനുള്ള വളർച്ച തന്നെയായിരിക്കും. പക്ഷെ അതിനെ മുരടിപ്പിക്കുന്ന വിധത്തിലാണ് ഇവിടെ വർഗീയമായിട്ടുള്ള ചേരിതിരിവും മറ്റു കാര്യങ്ങളും നടക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ മുസ്ലിമിനെതിരെയാണ്. ഒരു കാലത്ത് ലോകത്തെ പ്രവണത എന്ന് പറഞ്ഞാൽ ജൂതന്മാർക്കെതിരെയാണ്. ഇന്ത്യൻ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ, ഇന്ന് ഇന്ത്യയിൽ താമസിക്കുന്ന മുസ്ലിങ്ങളും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളും ഏതാനും ചില തീവ്രവാദികൾ ഒഴികെ ഇന്ത്യയിൽ ജീവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളെ കാര്യം പറഞ്ഞു, തീവ്രവാദികളുടെ കാര്യമല്ല. വിരലിലെണ്ണാവുന്നത് ഹിന്ദുവിലും ക്രിസ്ത്യനിലും മുസ്ലിമിലും എല്ലാത്തിലും കുറെ തീവ്രവാദികളുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ കൊല നടത്തിയത് ആരാണെന്ന് ചിന്തിച്ചാൽ മുസ്ലിമിന്റെ പെരടിക്ക് വെക്കുന്നതിന് മുമ്പ് അതാരാണെന്ന് ശരിക്കും സത്യസന്ധമായെന്ന് അന്വേഷിച്ചാൽ മതി. ChatGPT-കളല്ലേ ചോദിച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞുതരും. അതുപോലെ ജെമിനിയിലൊക്കെ ഒന്ന് ചോദിച്ചാൽ അത് പറഞ്ഞുതരും. ആരാണ് എങ്ങനെയാണ് കൂട്ടക്കൊല നടത്തിയത്, മുസ്ലിമാണോ അല്ലെന്ന് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒറ്റപ്പെടുത്തേണ്ട സ്ഥാനത്ത് സത്യസന്ധമായിട്ട് നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാം. അത് തെറ്റാണ്, അത് നമുക്ക് പറയാം. പക്ഷെ ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദേശസ്നേഹമുള്ളവരാണ്. അവരുടെ സമ്പത്ത് ഇന്ത്യയിലാണ് വിനിയോഗിക്കുന്നത്. പുറമേ നിന്ന് കൊണ്ടുവരുന്ന സമ്പത്ത് ഇന്ത്യയിലാണ് കൊണ്ടുവരുന്നത്. അവരുടെ ജീവൻ, സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ ജീവൻ കളഞ്ഞിട്ടുള്ളത് മുസ്ലിങ്ങളാണ്. കാരണം അവർക്ക് ഷഹീദിന്റെ കൂലിയാണ്. അതുകൊണ്ടാണ് ഷഹീദിന്റെ കൂലി, സ്വന്തം രാഷ്ട്രത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയിൽ നിൽക്കുന്ന ഒരു ഇന്ത്യൻ പൗരനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുക എന്ന് പറഞ്ഞ ഷഹീദാണ്, ആ അഭിമാനമാണ്. അതുകൊണ്ടാണ് ഏത് ബ്രിട്ടീഷുകാരനെ ഏത് തോക്കും കൊണ്ടുവന്നാലും നടക്കാത്തത്. അത് ഇല്ലാ കഥകളൊന്നും പ്രചരിപ്പിച്ചിട്ട് കാര്യമില്ല. ഒരുപാട് കഥകളൊക്കെ അല്ലാതെ പ്രചരിപ്പിക്കുന്നുണ്ട്, ടിപ്പുവിനെ കുറിച്ചായാലും മറ്റു പലരെ കുറിച്ചായാലും ഒക്കെ. ഇവിടെ മുഗളന്മാർ വന്നിട്ട് കൊള്ളയടിക്കാനാ വന്നെന്ന് എൻ്റെ ഏതൊരു വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കൊള്ളയടിക്കാനും മതം മാറ്റാനും വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഹിന്ദുക്കൾ അവശേഷിക്കും. എത്ര കാലം ഇവിടെ മുഗളന്മാരിവിടെ ഇന്ത്യ ഭരിച്ചു, എന്നിട്ട് ആരെങ്കിലും പിടിച്ച് ഹിന്ദു ആക്കിയോ? ഇല്ലല്ലോ. അത് നോക്കണ്ട. അപ്പൊ അതൊക്കെ വെറും പ്രചരണങ്ങൾ മാത്രമാണ്, നമ്മളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെയുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാൻ വേണ്ടിയിട്ട്. ഭരണത്തിൽ കയറണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വിഭാഗീയത പറഞ്ഞിട്ട്
ഭൂരിപക്ഷ വോട്ട് ബാങ്ക് അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് കുറച്ച് 4 വാക്ക് സംസാരിച്ചാലേ വോട്ട് കിട്ടുള്ളൂ. ആ വോട്ട് കിട്ടിയാലേ ഭരണത്തിലിരുന്നുകൊണ്ട് ഇതേ രാഷ്ട്രത്തെ തന്നെ ഒന്ന് സമുദ്ധരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ ഗതികേട് കൊണ്ട് അവിടെ വർഗീയത പറയാണ്, വേറെ മാർഗമില്ല. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, തീർന്നു. പക്ഷെ അത് മനസ്സിലാക്കാതെ ഇപ്പുറത്തെ താഴെ ഇറങ്ങിയിട്ട് അതിന്റെ ചോര് പിടിച്ചുകൊണ്ട് ഒരു വിഭാഗത്തെ മുഴുവൻ മൂലക്കിരുത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ലാത്തതുകൊണ്ടാണ് ഞാൻ 2 വീഡിയോ മുസ്ലിമിനെ കുറിച്ച് ചെയ്തത്. അല്ലാതെ ഞാൻ മുസ്ലിം ആയതുകൊണ്ടല്ല. നാളെ ഹിന്ദുവിന്റെ പരിധിക്ക് ആരെങ്കിലും കയറിയാലും ഇത് തന്നെ ഞാൻ പറയും, ക്രിസ്ത്യാനിയുടെ പരിധിക്ക് കയറിയാലും ഇത് തന്നെ പറയും. ഇതുവരെ പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയും. 2009 ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അന്ന് മുതൽ ഞാൻ സംസാരിച്ചിരുന്നിട്ടുണ്ട്, അന്ന് മുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മോട്ടിവേഷൻ വീഡിയോകളും മറ്റും ആരും നിന്നും ഉണ്ടായിരുന്നെങ്കിൽ ഡിഫറെന്റ് ആംഗിൾസ് എന്ന് പറഞ്ഞ ശേഷമാണ് ആനുകാലിക കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങിയത് എന്നേ ഉള്ളൂ. ഞാൻ സംസാരം തുടങ്ങിയിട്ട് കാലം കുറേയായി. അത് മൈക്കിന്റെ മുന്നിലും ക്യാമറയ്ക്ക് മുന്നിലും എത്രയോ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ അറിയാത്തവരാണ് ആ നിലയ്ക്ക് വിമർശിക്കുന്നത്. അത് മാത്രമേ പറയാനുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും എല്ലാം വേണം. ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിപ്പോയി എന്ന് തോന്നിയത് കൊണ്ട് അത് പറയാൻ വേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു മതം നല്ലത് എന്നോ ഏതെങ്കിലും മതം ഒരു മോശമെന്നോ ഇല്ല. ഏത് മതത്തിലായാലും ഏത് രാഷ്ട്രീയത്തിലായാലും സാമൂഹ്യ ബോധമില്ലാത്ത, രാഷ്ട്രീയ ബോധമില്ലാത്ത, രാഷ്ട്രബോധമില്ലാത്ത, പൗരബോധമില്ലാത്ത ഏത് ജനവും വേസ്റ്റ് തന്നെയാണ്. അവനെ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. അതല്ലെങ്കിൽ അവൻ മുഖ്യധാരയിലേക്ക് നന്നായി വരണം. നന്നാക്കി കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. വന്നില്ല എന്നുണ്ടെങ്കിൽ പുറങ്കാലിനടിച്ച് കളയാറുമുണ്ട്. Different angles. Don't forget to subscribe and support this channel.